ലേണിംഗ് ഡിസബിലിറ്റി ഒത്തിരി കോമൺ ആണല്ലോ. അപ്പം അതിന്റെ മാനേജ്മെന്റ് ഒന്ന് പറഞ്ഞുതരാമോ? ലേണിംഗ് ഡിസബിലിറ്റി പലപ്പോഴും മിസ് ഡയഗ്നോസ് ചെയ്യാറുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് ഡയഗ്നോസ് ചെയ്യാൻ നമ്മൾ 7 to 8 years എങ്കിലും ആവണമെന്നാണ് പറയാം. അതിൻ്റെ മുമ്പ് ലേണിംഗ് ഡിഫിക്കൽട്ടി എന്നാണ് പറയാം. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി കൺഫേം ചെയ്യുന്നതിൻ്റെ മുമ്പ് നിർബന്ധമായിട്ട് നമുക്ക് IQ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും IQ ടെസ്റ്റ് ഇല്ലാണ്ട് ഒരു റെമഡിയൽ എഡ്യൂക്കേഷനിൽ പോകുമ്പോൾ ഡയഗ്നോസിസ് കറക്റ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് ആദ്യം IQ ടെസ്റ്റ് ചെയ്ത് IQ നോർമലാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ള ഡയഗ്നോസിസ് പറയുക. IQ തന്നെ കുറവാണെന്നെങ്കിൽ ഒന്നുകിൽ ബോർഡർ ലൈൻ ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ ഫങ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മൈൽഡ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയുടെ പാർട്ടായിട്ട് വരുന്ന ലേണിംഗ് ഇഷ്യൂ ആയിരിക്കാം. അപ്പോൾ നമ്മൾ സ്ലോ ലേണേഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. സോ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് കൺഫേം ചെയ്തതിന് ശേഷം അവരുടെ വേ ഓഫ് ലേണിംഗ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ റെമഡിയൽ എഡ്യൂക്കേഷനിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. കൂടെ തന്നെ എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഞാൻ പലപ്പോഴും രക്ഷിതാക്കളോട് പറയുന്ന കാര്യമുണ്ട്, നമ്മൾ ആദ്യം റൂൾ ഔട്ട് ചെയ്യേണ്ട കാഴ്ച സംബന്ധമായ വിഷയമുണ്ടോ, കേൾവി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതിനുശേഷം കുട്ടിയുടെ അറ്റൻഷൻ, ശ്രദ്ധ എത്രത്തോളം ഉണ്ട്. അണ്ടർലൈൻ ADHD ഉള്ള കുട്ടികളും ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് വരാറുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റി ADHD ഉള്ള കോറിലേഷൻ ഭയങ്കര കോമൺ ആണ്. സോ ADHDയുടെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, ഇല്ല, കുട്ടിക്ക് സംഭവിക്കുന്ന ഒരു ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ആണോ, ഇനി അതും അല്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് കൺഫേം ചെയ്ത് റെമഡിയൽ എഡ്യൂക്കേഷനിലേക്ക് പോകുന്നുണ്ടാവുക.